മണ്ഡലമാസമൊക്കെ ആയതുകൊണ്ട് ഇപ്പം എന്നും രാവിലെ എണീക്കുമ്പോൾ ഞാനൊരു അയ്യപ്പ ഭക്തിഗാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്വാമിപ്പാട്ട് ഇടും കേട്ടോ. കാരണം നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ പോവാത്തതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു വിഷമം മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടും ആ ഒരു വൈബ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ രാവിലെ എണീറ്റാൽ ഞാൻ ഇങ്ങനെ ഭക്തിഗാനങ്ങളൊക്കെയാണ് കേട്ടോ ഇടാറുള്ളത്. അപ്പോൾ ഭക്തിഗാനമൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോഴാണ് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെ മലാവിയിൽ മഴ എന്തായാലും സ്റ്റാർട്ട് ചെയ്തു. ഇതേ കണ്ടോ എന്തോ ഒരു വെള്ളമാണെന്നറിയോ. ഒരു മഴ പെയ്തപ്പോഴത്തേക്കിനും മുറ്റം മൊത്തം വെള്ളമായ പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഈ ആദ്യത്തെ കുറച്ച് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞെങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ എവിടേക്കാണ് വെള്ളം കെട്ടി നിൽക്കണതെന്നൊക്കെ ഉള്ളത്. അതനുസരിച്ചിട്ട് നമ്മുടെ മുറ്റത്തുള്ള വെള്ളം ഒഴുകി പോകാനുള്ള സ്പേസും അതിനുള്ളൊരു ചാലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ മഴ പെയ്യുന്ന നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. ഇവിടെ മലാവിയിലെ ആദ്യത്തെ മഴയാണ് കേട്ടോ. നല്ല മഴ പെയ്തു. എന്തായാലും നമ്മളിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ മഴ പെയ്യുമ്പോഴാണ് അതിനൊക്കെ കൂടുതൽ അത്യാവശ്യത്തിലധികം വെള്ളം കിട്ടുക. ഒരു മഴ പെയ്തപ്പോഴത്തേക്കിനും ഇവിടുത്തെ നമ്മുടെ കൃഷിയിടത്തിലെ മണ്ണൊക്കെ കണ്ട് നല്ല കറുത്ത കളറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം പുറത്ത് പോയി ഒന്ന് നോക്കാൻ. അതായത് ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ എടുക്കാതെ ഒന്ന് കൃഷിയിടത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കാൻ എന്തൊക്കെയായി ചെടീൻ്റെ അവസ്ഥ എന്ന്. കാരണം രാത്രി മുതലുള്ള മഴയായിരുന്നു കേട്ടോ. ആകാശത്തൊക്കെ അതേ കാർമേഘം മൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു പ്രഭാതം തുടങ്ങാതെ ഇവിടെ. നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് ആൻസുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ മഴ പെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. അപ്പം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ചുറ്റും, അതായത് നമ്മുടെ ഒരു പരിസരം ഒന്ന് കാണാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ നെൽസൺ കുറച്ച് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ടിട്ടുണ്ട് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ. രാവിലെ തന്നെ ഭയങ്കര മഴയെന്നല്ല, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴേൻ്റെ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് തോന്നുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ചെറിയ ചാറ്റിലൊക്കെ വന്നപ്പം. പക്ഷേ ഇവിടെ മഴ സീസൺ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇന്നലെ രാത്രിയിൽ നല്ല ഇടി പൊട്ടിയിട്ടും ഇടിമിന്നലും ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ രാത്രിയിൽ മഴ ഉണ്ടായിരുന്നു, രാവിലെയും മഴയുണ്ടായിരുന്നു കേട്ടോ. ആ രാവിലത്തെ മഴ ഉണ്ട് കഴിഞ്ഞതിന് ശേഷം വലിയൊരു മഴയായിരുന്നു. അതിന് ശേഷം പിന്നെ ഇത്രയും നേരമായിട്ട് മഴ പെയ്തിട്ടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ നെൽസൺ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മഴ പെയ്തിട്ടുള്ള നമ്മുടെ മണ്ണിൻ്റെ അവസ്ഥയും നമ്മുടെ കൃഷിത്തോട്ടും ചെടിത്തോട്ടമൊക്കെ ഒന്ന് വേഗം ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ നല്ല സുന്ദരി സൂര്യകാന്തി ഇതേ പൂത്ത് നിൽക്കുന്നുണ്ട്. ഒന്ന് മാത്രമല്ല, ഇത് കണ്ടോ, 1 2 3 4 5 5 പൂത്തിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രം ഒരു അംഗവൈകല്യം സംഭവിച്ചോ എന്നെനിക്കൊരു ഒരു ഇതുണ്ട്. കാരണം ഇതിന് ഇവിടെയൊക്കെ നന്നായിട്ട് ഇതള് വലുതായിട്ടുണ്ട്, ഇവിടെ മാത്രം പൊന്തുന്നില്ല. ഈ ഒരു സൂര്യകാന്തി അങ്ങനെ തന്നെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കാണ്ട് ഇതിൻ്റെ ഇതള്, ബാക്കിയൊക്കെ വലുതായിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ സൂര്യകാന്തിയൊക്കെ നന്നായി പൂത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ വെയിലില്ലാതെയായിപ്പോയി. വെയിലുണ്ടായിരുന്നു ഇതിങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ പൊന്തി നിന്നേനെ, കണ്ടില്ലേ. പിന്നെ മഴ പെയ്തിട്ടേ ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഒന്ന് നനഞ്ഞതുകൊണ്ട് വെയിറ്റും ഉണ്ട്. അപ്പോൾ സൂര്യകാന്തിയൊക്കെ അതേ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി ചെടിത്തോട്ടത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൃഷിത്തോട്ടം വരെ കാണാം കേട്ടോ. അപ്പോൾ ഒരു മഴ പെയ്തപ്പോഴത്തേക്കിനും ഇവിടുത്തെ കാലാവസ്ഥ ഫുള്ളായിട്ട് അങ്ങോട്ട് മാറി. ഭയങ്കര വെയിൽ വന്നുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഒരു മൂടിക്കെട്ടിയ അവസ്ഥയിലാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങി ഓരോന്ന് ചെയ്യാനും കൃഷിയിൽ ഓരോന്ന് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. കാരണം വലിയ വെയിലുണ്ടാകില്ല. പക്ഷേ കുറച്ച് വെയിലും കൂടെ വേണം, അതാണ് അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ചെടിത്തോട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ കൃഷിത്തോട്ടത്തേക്ക് പോവാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചിരുന്നു ഈ ഒരു ചെടിയുടെ പേരെന്താന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഒരു തരം ബിഗോണിയ വിഭാഗത്തിൽപ്പെടുന്ന ചെടിയാണെന്ന്. അപ്പോൾ ബിഗോണിയേൻ്റെ 2 ഉണ്ട്. ഇതെന്താണെന്നറിയില്ല, ഇങ്ങനെ വാടി നിൽക്കുന്നുണ്ട്. മഴ പക്ഷേ ഇങ്ങോട്ടേക്ക് അങ്ങ് അധികം ആയിട്ടില്ല. കാരണം ഇതുവരെ മഴവെള്ളം വന്നിട്ടുള്ളൂ. എന്തുകൊണ്ട് ഇങ്ങനെ ഒലഞ്ഞു നിൽക്കണതെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പം ഇവിടെയൊക്കെ ഇതുണ്ട്, ചട്ടിയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഈ വെള്ളം കളയണം, ഇല്ലെങ്കിലും ചെടി ചീഞ്ഞു പോകും. ഇതൊക്കെ എന്താ നല്ല മഴ പെയ്തപ്പോഴേ നല്ല ചീറ്റാൽ വരും. ചീറ്റാൽ നല്ല പറയുക, വെള്ളം ഇങ്ങനെ ചാർന്നത് കാറ്റായിട്ട് അടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് റോസാപ്പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു പീസ് ലില്ലി പെട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഒന്നില്ലേ റോസേനെ മാറ്റണം, അല്ലെങ്കിൽ പീസ് ലില്ലീനെ മാറ്റണം. ഇവിടെ കുത്തി കൊടുത്തിട്ടുള്ള റോസാ കമ്പുകളൊക്കെ മുളച്ചിട്ടുണ്ട്. ഇത് ഞാൻ നഴ്സറിക്ക് വേണ്ടിയിട്ട് കുത്തിയതാട്ടോ. നമ്മൾ നഴ്സറീൻ്റെ പണി ചെയ്യുന്നുണ്ട്. മലാവി ഡയറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോസൊക്കെ.
അപ്പോൾ അവിടെ കൊണ്ടുവയ്ക്കാനുള്ള റോസാ തൈകളാണ് ഇതിലൊക്കെ പിടിപ്പിച്ചിട്ടുള്ളത്. ആന്തൂര്യത്തിൽ ഇതേ ഒരു പൂവ് ഉണ്ടായി കഴിഞ്ഞ് അടുത്ത പൂവ് ഉണ്ടാവാൻ തുടങ്ങുന്നു. ഇത് വലിയ ഡാർക്കല്ല, ലൈറ്റായിട്ടുള്ളൊരു ആന്തൂറിയാണ് കേട്ടോ ഇതിൻ്റെ പൂവ്. ഇതിൽ ചട്ടിയിലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. ഈ വെള്ളമൊക്കെ കളയണം, ഒന്നില്ലെങ്കിൽ കൊതുകുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ ചെടിയും ചീഞ്ഞു പോകും. അപ്പോൾ ഇത് മഞ്ഞ ജമന്തിയാണ്. അത് ഞാൻ വേറെ ചട്ടിക്ക് മാറ്റാട്ടാണ് കേട്ടോ. ഒരു മഴ പെയ്തപ്പോഴത്തേക്കിനും ആകെപ്പാടൊരു വേറെന്തോ ഫീലായ പോലെ. ഇപ്പോൾ വാഴച്ചെടിയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അതേ നമ്മുടെ ഈ ചീരയിലേക്കൊക്കെ നല്ല വെള്ളം കുത്തി, ഞാൻ പറഞ്ഞില്ലേ രാത്രി മുതലേ മഴ ഉണ്ടായിരുന്നതുകൊണ്ട് ചീരേൻ്റെ ചെടിയൊക്കെ അങ്ങോട്ട് ചാഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇതിലും കുറച്ച് പൂക്കളായി വരുന്നുണ്ടായിരുന്നു വെള്ള ജമന്തിയിൽ. ഇതൊക്കെ ഒടിഞ്ഞു കേട്ടോ, കാറ്റത്തും മഴയത്തും ഒടിഞ്ഞതായിരിക്കും. പിന്നെ ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് മാറ്റി നട്ടതായിരുന്നേ. അപ്പോൾ ഈ ജമന്തിയിൽ ഒരുപാട് പൂക്കളുണ്ടായിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ ഭംഗിയാണല്ലേ. ഇപ്രാവശ്യം വയലറ്റ് കളർ കുറച്ച് കുറവാണ്, വൈറ്റാണ് ഇതിൽ കൂടുതൽ. പക്ഷേ ഇങ്ങനെ ഓവറോൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ടേ. പിന്നെ ഞാൻ ഈ ഒരു കട്ട വെള്ളം ഇങ്ങനെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി വെച്ചു കൊടുത്ത കട്ടയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് മണ്ണ് നിറച്ചിട്ട്, ഇതൊക്കെ കോസ്മോസിൻ്റെ തൈകളാണ് കേട്ടോ. നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നതായിരുന്നു. കോസ്മോസിൻ്റെ തൈകൾ ഇങ്ങനെ ഒരു സെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് മല്ലിക വെച്ചിട്ടുണ്ട്. അതിൽ ഈ മല്ലികയൊക്കെ പൂവിട്ടു കേട്ടോ. ഇത് ചെറിയൊരു സൈസായിട്ട് നിൽക്കുന്ന മല്ലികയാണ്, ഉണ്ട മല്ലികയല്ല. ഇതിൻ്റെ സൈസ് ഏറ്റവും കൂടി പോയാൽ ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു 2 തട്ടുള്ള മല്ലികയാണ്. അതിങ്ങനെ മൊത്തം വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കൂടെ പൂവിട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് കാണാൻ ഭംഗി കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് മഴ പെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് ചെടീൻ്റെ കമ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിടിക്കാനാകുന്നതേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇപ്പം മഴ പെയ്തല്ലോ, ഇനി പെട്ടെന്ന് പിടിച്ചു കിട്ടും. ആദ്യത്തെ മഴേൻ്റെ തുടക്കമായതുകൊണ്ട് എപ്പോഴും ചെറുപറ മഴ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിനെ മഴയിൽ നിന്നെടുത്ത് മാറ്റണം. ശരിക്കും പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ടിന് ഒരുപാട് വെയിലാണ് ആവശ്യമുള്ളത്. അപ്പോൾ മഴ പെയ്താൽ ചിലപ്പോൾ ഇങ്ങനെ ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. ഇതേ നമ്മുടെ ഒരു ചീരേൻ്റെ തൈ ഇതിലുണ്ടായിട്ടുണ്ട് കേട്ടോ. കറി വെക്കണ ചീരയല്ല, ചെടിച്ചീര, അതിൻ്റെ തൈ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഇനി തണലത്തേക്ക് എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മുന്നിൽ ഒരു വശത്തിൻ്റെ ചെടിത്തോട്ടത്തിൻ്റെ ഒരു വശം. ഇനി നമുക്ക് അപ്പുറത്തെ വശം കാണാം. ഇവിടെ കണ്ടോ, ഈ ചീരപ്പൂവൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. മഴ പെയ്ത് ആ മണ്ണിലേക്ക് അങ്ങനെ ടച്ച് ചെയ്ത് പോയി. അപ്പം അതിൻ്റെ ഭംഗിയൊക്കെ അങ്ങ് പോയിട്ടോ. ഇതും മഴേൻ്റെ ഒരു ആഘാതം കൊണ്ടാണ് തോന്നുന്നു ചാഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ മഴ പെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഇവിടെ കുറേ നമ്മുടെ പെറ്റൂണിയ ചെടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പൂക്കളായിട്ട് നിന്നിരുന്ന നല്ല വയലറ്റ് കളറ് പെറ്റൂണിയ ചെടി. പക്ഷേ മഴ പെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങളത് എടുത്ത് മാറ്റിയിരുന്നു. അതിൻ്റെ എല്ലാ പൂവിടലൊക്കെ കഴിഞ്ഞുകൊണ്ട് കാടായി നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അതെന്തായാലും നന്നായിട്ടോ, കാരണം ഇല്ലെങ്കിൽ ഒരു കാട് പോലെ ആയി പോയേനെ മഴ പെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു ചട്ടിയിൽ നട്ടിട്ടുള്ള, അയ്യോ ഇതൊക്കെ ഞാൻ കാല് വെച്ചപ്പോഴത്തേക്കിനും ഫുള്ള് താന്നു പോയി. നല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ടേ തൊടുമ്പോൾ തന്നെ താന്നു പോവാണ്. ഉണ്ടോ, ഹൈ കൊള്ളാം. അയ്യോ ഫുള്ള് ചളിയായി. ഹൈ 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 ചെരുപ്പ് മൊത്തം ചളിയായി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അടക്കാൻ പറ്റില്ല തോന്നുന്നേ. ഇതൊരു ചുമന്ന ജമന്തിയാണേ, പൂവിട്ടിട്ടില്ല. പൂവിടാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഒരു മുട്ടുണ്ടായിട്ടുണ്ട് ഇതിൽ. ഇതിന് കമ്പ് കുത്തിയിട്ട് കൊടുത്തതാണ് കേട്ടോ. കമ്പിനൊന്നും വലിയ ഉറപ്പില്ലല്ലോ ദൈവമേ. ഇതിപ്പോൾ ഇത് കൂടെ നടക്കാൻ പറ്റില്ല. ഞാൻ നടന്ന ഭാഗം കണ്ടില്ലേ, താന്നുപോയി. ഞാൻ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി ഈ ചട്ടിയിൽ ഇട്ടിട്ടുള്ള ജമന്തി കാണിക്കാനാണ് കേട്ടോ വന്നത്. ഇതിങ്ങനെ വലുതായി പോവാന്നല്ല, ഇതിലധികം പൂവൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. മിക്കവാറും ഈ ചട്ടിയിൽ നിന്ന് ഞാൻ എടുത്ത് കളയും. പിന്നെ ഒരു റോസത്തായി നട്ടേന്നു. അതിൻ്റെ താഴ്ഭാഗം വെച്ച് ഞാൻ ഇത് വെട്ടിക്കൊടുത്തു. ഇപ്പോൾ എത്രത്തോളം ബഡ്ഡുകളാണ് ഉണ്ടാകണമെന്നറിയോ. കണ്ടില്ലേ, കുറേ തെള് വരുന്നുണ്ട് ഇതിൻ്റെ ഓരോ ഭാഗത്തുനിന്നും. ഇതൊരൊറ്റ കമ്പ് അല്ല, ഒറ്റ കമ്പല്ല, 2 കമ്പാണ്. കണ്ടില്ലേ, 2 കമ്പാണ്. വെട്ടിക്കൊടുത്തതിനനുസരിച്ചിട്ട് തെളുണ്ടായി വരുന്നുണ്ട്. പിന്നെ ഇതൊരു അലങ്കാര ചെടിയാണ് കേട്ടോ. ആ ചെടിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, പിന്നെ ഞാൻ നിർത്തിക്കുന്നുള്ളൂ. പിന്നെ ഈ സൈഡിലൊക്കെ നമ്മൾ ജമന്തി വെച്ച് കൊടുത്തു കേട്ടോ. എല്ലാത്തിലും മൊട്ടായിട്ടുണ്ട്, ഉണ്ടല്ലേ, അവിടെയൊക്കെ ജമന്തിയാണ്. ഇത് കോസ്മോസാണ്, പക്ഷെ വേറൊരു തരം കോസ്മോസാണ് കേട്ടോ. വെള്ളയും വയലറ്റും ആണ്. അപ്പുറത്ത് കണ്ട കോസ്മോസിൻ്റെ ഇല കുറച്ചും കൂടി വീതി ഉള്ളതല്ലേ. ഇതിൻ്റെ ഇലയ്ക്ക് അധികം വീതിയില്ല. ഇത് പൂവിടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ആ ഒരു എൻ്റെ നിന്ന്
ഈ ഒരു എൻ്റെ വരെ വെച്ചിട്ടുണ്ട്. പൂവിടുമ്പോഴായിരിക്കും കാണാൻ ഭംഗിയിട്ട്. അപ്പം ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തുള്ള നമ്മുടെ ജമന്തി എല്ലാം പോയിട്ടോ. പോയി എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളും ഇല പോലെയായി. അതായത് മൊട്ടുകളൊന്നും ഇപ്പോൾ വരുന്നില്ല, കുറവാണ് മൊട്ട് വരുന്നത്. എനിക്കൊരു പ്ലാനിങ് ഉണ്ട് ഇതിങ്ങനെ ഫുള്ള് എടുത്ത് കളഞ്ഞിട്ട് ഈ ഒരു എൻഡിലുള്ള ഫുള്ള് ഇങ്ങനെ എടുത്ത് കളയാം. എടുത്ത് കളഞ്ഞിട്ട് കുഞ്ഞി തൈകൾ വീണ്ടും നടാം. അപ്പോൾ നല്ല പൂക്കളും മൊട്ടും വരും. എനിക്ക് തോന്നുന്നു അതൊക്കെ പ്രായമായി തോന്നുന്നത്, 1 വർഷത്തിലേറെ ആയി. അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഈ മഴക്കാലം കഴിയണ വരെ നമുക്കിതിനൊന്ന് ഇവിടെ നിർത്താം. അതായത് വലിയ മഴയുണ്ടല്ലോ, ആ വലിയ മഴ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകൾ ഇവിടെ നടണം. കാരണം വലിയ മഴയത്ത് നടുകയാണെങ്കിൽ ചിലപ്പോൾ ആ തൈയോടെ ചീഞ്ഞ് പോകും. അപ്പം നമുക്ക് ഉള്ള ജമന്തിയും പോകും. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കുറേ ജമന്തിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് വേറൊരു തരം ചെടിയായിരുന്നു. ഇതൊക്കെ ഒന്ന് വെട്ടി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളെ മഴ പെയ്തിട്ടുള്ള ഫസ്റ്റത്തെ മഴയാണ് കേട്ടോ. അതായത് നല്ല ഹെവി ആയിട്ടുള്ള ഫസ്റ്റത്തെ മഴയ്ക്ക് ശേഷമുള്ള നമ്മളെ മുറ്റാണ് ഇത്. കണ്ട വെള്ളമൊക്കെ ഇവിടെ വന്ന് കെട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ബോഗൻവില്ല പൂത്ത് നിൽക്കുന്നുണ്ടോ? ഇതുണ്ടോ ബോഗൻവില്ല പൂത്ത് നിൽക്കുന്നത്? ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ബോഗൻവില്ല കാണിച്ചെന്നില്ലേ എന്നാൽ ആ ബോഗൻവില്ല കേട്ടോ. എനിക്ക് ചെറുതുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലിപ്പോൾ കുറച്ച് പൂക്കളൊക്കെ വന്നു. മിക്കവാറും അത് അവിടെ നിന്ന് പറിച്ചിട്ട് വേറെ ചട്ടിയിലേക്ക് മാറ്റിയായിരിക്കും നല്ലത് തോന്നുന്നുണ്ട്. കാരണം ആ വെള്ളമൊക്കെ ഇവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ട്. മിക്കവാറും അത് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് പറിക്കണം. അങ്ങനെ കുറേ പ്ലാനിങ്സ് ഉണ്ട്. നമ്മുടെ മുളക് ചെമ്പരത്തിയിൽ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ പച്ചക്കറി പോലെ തന്നെ ഗാർഡനും കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആകാനുണ്ട് കേട്ടോ. കുറച്ചും കൂടി ചെടികൾ വാങ്ങണം. ലിലോങ് വേയിൽ ഇങ്ങനെ ചെടിയൊക്കെ വിൽക്കണ കടകളുണ്ട്. അതായത് കുറേ ചെടികൾ വിൽക്കാൻ വെച്ചതുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചെടിയൊക്കെ വാങ്ങിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കിവിടെ ഉള്ള ആകെ ഒരേ ഒരു തൈയാണ് ഈ ഒരു റോസ്മേരീൻ്റെ തൈ കേട്ടോ. ഇതുണ്ടല്ലേ, ഒരുപാടുണ്ടായി നിൽക്കുന്നുണ്ട്. നല്ലതാണ്. പക്ഷെ ഞാനതൊന്നിനും പറിക്കാറൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ ഓരോ തൈ എടുത്തേക്ക് ചട്ടിയിൽ നടണം. ഈ മഴ വരുമ്പോൾ എനിക്കൊരു പേടിയാണ് ഒന്നായിട്ട് കേട് വന്ന് പോകുമെന്ന്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ റോസുകളെല്ലാം വെട്ടി കൊടുത്തേക്കുന്നു. ഇതുണ്ടോ ഇതിൻ്റെയൊക്കെ അറ്റത്ത് ഇങ്ങനെ. അപ്പോൾ റോസാ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഹൈറ്റിൽ പോകാതെ നമ്മൾ താഴത്തുനിന്നേ വെട്ടി കൊടുക്കുകയാണെങ്കിൽ കുറേ പൂക്കളിടും കേട്ടോ. കുറേ ബ്രാഞ്ചസ് വന്ന് കുറേ പൂക്കളിടും. ശരിക്കും റോസാ ചെടീനൊന്നും നല്ല ഹൈറ്റിൽ വളർത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഒരുപാട് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ ഒരുപാട് മുളകളൊക്കെ വരും, അതിലൊക്കെ പൂക്കളുണ്ടാവും. പിന്നെ ഡെയ്സി പ്ലാന്റ്സ് ഒക്കെ ഒരുപാട്, ഞാൻ എല്ലാത്തിലും ഒരുപാട് എന്ന് പറയണ്ടല്ലേ. അപ്പോൾ ഡെയ്സി പ്ലാന്റ്സ് ഒക്കെ കുറേ ഉണ്ടാവുന്നുണ്ട്. അതിലൊക്കെ ഇതുണ്ടോ ഡെയ്സിക്ക് ഇങ്ങനെ ഒരു കതിര് വരും. ഈ കതിരിൽ ഈ കാണുന്നതൊക്കെ ഇനി മുട്ടായിട്ടും അതിനുശേഷം പൂവായിട്ടും മാറും കേട്ടോ. അങ്ങനെ എല്ലാ ചെടികളിലും കതിര് വന്നിട്ടുണ്ട് ഡെയ്സി പ്ലാന്റിൻ്റെ. ഉണ്ടോ ചിലതൊക്കെ ഇവിടെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇത് ഭംഗിയാ നോക്കിയേ. ഇതന്നെ ധാരാളം കേട്ടോ നമ്മുടെ ചെടിത്തോട്ടത്തിൽ കാണാൻ ഭംഗിക്ക് നല്ല ഭംഗിയുണ്ട്. 1 വർഷമായിട്ട് നിൽക്കുന്ന അവോക്കാഡോൻ്റെ തൈയാണിത്. അവോക്കാഡോ ഞാൻ കഴിച്ചൊരു അവോക്കാഡോൻ്റെ വിത്തെടുത്തിട്ട് നട്ടതാണേ. ഇത് ഇത്രേ വലുപ്പമായിട്ടുള്ളൂ. ഇത് മിക്കവാറും ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇത് പറിച്ചുകൊണ്ട് കേട്ടോ. കാരണം അവോക്കാഡോ പലതരത്തിലുണ്ട്. അപ്പം ഈ അവോക്കാഡോ ഭയങ്കര വലുപ്പമുള്ള അവോക്കാഡോ ആണ്, ചെറിയ അവോക്കാഡോ അല്ല. അപ്പോൾ ഇതിൻ്റെ തൈ എന്തുകൊണ്ടും നാട്ടിൽ കൊണ്ട് നടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. എന്തായാലും ഈ തൈ പോരുമ്പോൾ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരും. അപ്പോൾ എന്തായാലും തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഡെയ്സി പ്ലാന്റ്സ് ഒക്കെ ഒരുപാടുണ്ട്. എല്ലാത്തിനും കണ്ടോ പൂക്കളായി നിൽക്കുന്ന. അപ്പോൾ ചെടികളെന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി കുറച്ച് റോസയും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ഭാഗം നന്നായിട്ട് കിളച്ചിട്ടിട്ടുണ്ട്. ഇതുണ്ടോ ഫുള്ള് ഭാഗം റെഡിയാക്കിയിട്ടിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നടാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഇവിടെ ഞാനേ കുറച്ച് ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് നമ്മുടെ നെൽസൻ്റെ കൈ കൊടുത്തിരുന്നു. അവൻ ഏത് ബെഡിലാണ് ഇഞ്ചി നട്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓനെ കണ്ടിട്ട് വേണം ചോദിക്കാൻ ഏത് ബെഡിലാണ് ഇഞ്ചി നട്ടതെന്നുള്ളത്. ആ ഇഞ്ചി നട്ട ബെഡ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിലും നമ്മൾ പച്ചക്കറി നടാൻ വേണ്ടി പോവുകയാണ്. വാഴയൊക്കെ നല്ല കരുത്തോടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ നടക്കുമ്പോൾ ഇങ്ങനെ മുന്നിലിങ്ങനെ തപ്പി നോക്കിയിട്ടാണ് നടക്കുന്നത്. കാരണം കാല് താഴത്തേക്ക് മണ്ണിൽ പൂണ്ട് പോകണുണ്ടേ. വാഴ കണ്ടോ
എല്ലാ വാഴയും ഉണ്ടായി. ഇവിടെ നട്ടിട്ടുള്ള ഈ എൻഡിൽ നട്ടിട്ടുള്ള എല്ലാ വാഴയും ഉണ്ടായി. ഇനിയിപ്പോൾ മഴ പെയ്യുമ്പോൾ നന്നായിട്ട് വലുപ്പം വെക്കും. ഒക്കെ ഞാൻ കാണിച്ചത് എൻ്റെ ഒരു 4-5 മാസം കഴിയട്ടെ. ഇവിടുത്തെ മഴക്കാലം കഴിയുമ്പോഴത്തേക്കിനും വാഴ മിക്കവാറും എൻ്റെ എത്ര ഉണ്ടാവും. നമുക്ക് കാണിച്ചു തരാം കേട്ടോ അന്നേരം. അപ്പോൾ നമ്മുടെ വീട് അത്യാവശ്യം നല്ല പച്ചപ്പായി കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് താമസം മാറുന്ന സമയത്ത് ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്. ഇതിങ്ങനെ 2 വീടായിട്ടാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീട്. നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ്. 2 പേർക്ക് താമസിക്കാൻ എമ്പാടുമാണ് കേട്ടോ ഈ ഒരു വീടും. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മാറുന്ന സമയത്ത് എന്താ പറയുക, ഒരു വരണ്ട ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അതൊക്കെ മാറിപ്പോൾ ഇങ്ങനെ പച്ചപ്പായി നിൽക്കണ കാണുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ട് ആണല്ലോ ഈ ഒരു ഭാഗം പച്ചപ്പായതെന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അതിനൊക്കെ എനിക്ക് സഹായിച്ചു തന്നിട്ടുള്ളത് നമ്മുടെ ഗാർഡൻ ബോയും ആണ് കേട്ടോ. ഞങ്ങൾ 2 ആളും കൂടെ പണിയെടുത്തിട്ടാണ് ഈ ഒരു കാണുന്നൊരു സ്ഥലം പച്ചപ്പായത്. പണ്ടത്തെ വീഡിയോ എൻ്റെ കയ്യിലുണ്ടോ നോക്കട്ടെ, അതിൻ്റെ എന്തെങ്കിലും ക്ലിപ്സ്. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരുന്നു ഈ സ്ഥലം പണ്ട് എന്നുള്ളത്. പണ്ടെന്ന് വെച്ചാൽ ഒരു 1.25 വർഷം ബാക്കിലേക്ക് എങ്ങനെയായിരുന്നു. ഒരു 2024 ജനുവരിയിലാണ് ഞങ്ങൾ വരുന്നത്. ജനുവരി ഫെബ്രുവരിയോ അതിലേതിലാണ് വരുന്നത്. ഇപ്പോൾ 2025 ഒരു 1.25 വർഷം ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും കണ്ടില്ല ഇവിടെയൊക്കെ ഫുള്ള് പച്ചപ്പായി. നമ്മുടെ പുറം ഭാഗത്തുള്ള കപ്പയൊക്കെ കണ്ടോ വലുതായി നിൽക്കുന്നത്. അവിടെ ഒരു സെറ്റ് കപ്പ ഇതുണ്ട്. ഇതൊരു സെറ്റ് കപ്പയാണ്, ഇത് വേറൊരു സെറ്റ് കപ്പയാണ്. അത് കുറച്ച് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഒന്നുകൂടെ കപ്പ പൊന്തട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൃഷിത്തോട്ടം തുടങ്ങുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചി എവിടെയാണ് നട്ടത് എനിക്കറിയില്ല. ആ സ്ഥലം ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കുറച്ച് മധുരക്കിഴങ്ങ് നട്ട് വെക്കാനുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന മധുരക്കിഴങ്ങ് ഞങ്ങൾ പറിച്ചു. കുഴപ്പമില്ലാത്ത കിഴങ്ങ് കിട്ടിയിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, മറന്നു പോയതു തന്നെ. അപ്പോൾ ഇനി അവിടെ കുറേ മധുരക്കിഴങ്ങിൻ്റെ വള്ളി ഉണ്ടായിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും ബെഡൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അത് ഞാൻ ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. ഹാർവെസ്റ്റ് ചെയ്തിട്ടില്ല, ചെയ്യണം നമുക്ക്. അപ്പോൾ ഈ ഭാഗത്ത് എന്തായാലും ഞാൻ കുറച്ച് മധുരക്കിഴങ്ങായിരിക്കും കൂടുതൽ നടാൻ പോകുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ചേമ്പുണ്ട്. ഈ ചേമ്പിൻ്റെ തൈയൊക്കെ ഒന്ന് മാറ്റി വെക്കണം വിചാരിക്കുന്നുണ്ട്. ഇതങ്ങനെ നിൽക്കുകയാണ്, പൊന്തുന്നില്ല. അപ്പോൾ ഈ മഴയത്തെങ്കിലും ഇതിനെ നമുക്കൊന്ന് പൊന്തിക്കുക മീൻസ് പൊക്കണം. എൻ്റെ ചില വാക്കുകളൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഞാൻ എൻ്റെ നാട്ടിലുള്ള സെയിം ഒരു സ്ലാങ് ആട്ടോ പറയണത്. കാരണം എനിക്ക് അങ്ങനെ കൂടുതലും അച്ചടി ഭാഷ പറയണ പോലെ വർത്തമാനം പറയാൻ എനിക്കറിയില്ല. ഞാൻ എങ്ങനെ പറഞ്ഞാലും ഞാൻ പണ്ട് എങ്ങനെയാണോ പറഞ്ഞത് അതേപോലെ തന്നെ എനിക്ക് വരുള്ളൂ കേട്ടോ. അല്ലാതെ ഉണ്ടാക്കി പറയാൻ എനിക്ക് കിട്ടത്തില്ല സത്യം പറഞ്ഞാൽ. അവിടുന്ന് ഇവിടുന്നൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചില വാക്കുകൾ നന്നാക്കി പറയാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ എന്നാലും എനിക്ക് ഞാൻ എങ്ങനെയാണോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത് അതേപോലെ എനിക്ക് വരിക കേട്ടോ. അപ്പോൾ ചില വാക്കുകളൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവുന്നില്ല. കാരണം കേരളത്തിൻ്റെ മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് അങ്ങനെ അങ്ങോട്ടേക്കുള്ള ഓരോ ജില്ലകളിലും ചില വാക്കുകളൊക്കെ മാറ്റം ഉണ്ടാവുമല്ലോ. മലയാളം തന്നെയാണ്, പക്ഷെ എന്നാലും ഓരോരോ സ്ലാങ്ങൊക്കെ കുറച്ച് മാറ്റം ഉണ്ടാകും. അപ്പം നമ്മുടെ ചേമ്പ് ഇനി വലുതാക്കിക്കണം നമുക്ക്. പിന്നെ ഈ ഒരു വള്ളി കയറുന്നത് ചതുരപ്പയറാണ്. അപ്പോൾ ഇതിന് ഇന്ന് എന്തായാലും ഞാനിവിടെ പന്തൽ കെട്ടി കൊടുക്കും കേട്ടോ. ഇല്ലെങ്കിൽ ഇതിങ്ങനെ വള്ളി താഴത്തു കൂടെ പോകും. ഇത് ഞാൻ നോറ്റ് ഉണ്ടാക്കിയതാണ്. ഈ ഒരു ചതുരപ്പയറിൻ്റെ ഇല ഉണ്ടല്ലോ, ഇതിപ്പോൾ തളിരിലയാണ്. പക്ഷേ ഇങ്ങനത്തെ വലിയ ഇല തന്നെ മഞ്ഞ കളറായിരുന്നു കേട്ടോ. അത് നട്ട് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്തിൻ്റെ ഒരു അപര്യാപ്തതയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ കൂടുതൽ സെർച്ച് ചെയ്യാനൊന്നും പോയില്ല. ഞാൻ അന്നേരം മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആ മീനിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ എന്തായാലും ഇതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കുക, എന്ത് സംഭവിക്കും നോക്കാമെന്ന് വിചാരിച്ചു. അത് കണ്ടില്ലേ, ആ മഞ്ഞ കളറെല്ലാം പോയി നല്ല പച്ചപ്പുള്ള ഇലകളായിട്ട് നന്നായിട്ട് ഉണ്ടായി കേട്ടോ. അപ്പം മീനിൻ്റെ വളം എന്തുകൊണ്ടും നല്ലതാണ് പച്ചക്കറിക്ക്. അപ്പോൾ എന്തായാലും നല്ലൊരു ഉപകാരമായിട്ട് അന്നേരം എനിക്ക് ജസ്റ്റ് തോന്നിയതാണ് ഈ മീൻ വെട്ടി നമുക്ക് ഇതിൻ്റെ ചോട്ടിലിടാന്നുള്ളത്. അങ്ങനെ ഇട്ടപ്പോഴത്തേക്കിനും ചതുരപ്പയർ എന്തായാലും ഉഷാറായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താണ്, ഇത് കറ്റാർ വാഴയാണ് കേട്ടോ. ഒരുപാട് പൂക്കളൊക്കെ ഇട്ടേന്ന് കേട്ടോ കറ്റാർ വാഴയിൽ. ഇനി ഒരിക്കൽ പൂവിടുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നല്ല കറ്റാർ വാഴയാണ്. പിന്നെ ഞാനങ്ങനെ പറിക്കാറൊന്നുമില്ല, ഉണ്ടാക്കാന്നല്ലാതെ അത് ഞാൻ പറിക്കാറൊന്നുമില്ല. എല്ലാത്തിൻ്റെ ചോട്ടിലും മണ്ണിളക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഞാനല്ല, നെൽസൺ കേട്ടോ. കാരണം ഇനി മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ വെള്ളം നിന്നോട്ടെ വെച്ചിട്ട്. നമ്മുടെ റോസാപ്പൂ ഉണ്ടോ, എനിക്ക് ഈ റോസ ഭയങ്കര ഇഷ്ടം. നല്ലൊരു കളറുമാണ്, വലിയ പൂവാണ് കേട്ടോ ഉണ്ടാവുക. കണ്ടില്ലേ, ഇത് വെട്ടിക്കൊടുത്തതും കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും പൂത്തത്. നല്ല ഭംഗിയുണ്ടല്ലേ, അടിപൊളി. ഇപ്പം ഈ ഒരു റോസ മാത്രമേ പൂത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഇനി വെട്ടണം.
ഞാൻ എന്തായാലും വെട്ടും, കാരണം മഴ പെയ്തല്ലോ. ഇനിയിപ്പോൾ വെട്ടിയാലും നല്ല തളിരൊക്കെ വന്നിട്ട് ഉണ്ടായിക്കോളും. കഴിഞ്ഞ ദിവസം നമ്മൾ നിത്യവഴുതനയ്ക്ക് പന്തലിട്ടെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, വെർട്ടിക്കൽ പന്തൽ. ഇത് കണ്ടോ, ഇത് ഒരു കുക്കുംബറാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൽ പടർത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു കുക്കുംബറിൻ്റെ തൈ ഇതേ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കയറി വരാനുള്ള വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നിത്യവഴുതന അതാ ഇത് കൂടെ ഇങ്ങനെ പടർന്ന് വരുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ മണ്ണ് ഇളക്കിയിട്ടുണ്ട് കേട്ടോ നെൽസൺ, കാരണം ഇനി മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് വെള്ളം അതിൻ്റെ അടിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സൈഡിനാണ് ഞാൻ മൊത്തം എന്ത് നട്ടത്, സൂര്യകാന്തി നട്ടത്. അവിടെയൊക്കെ പൂത്തു കേട്ടോ സൂര്യകാന്തി. ദേ നമ്മുടെ മിൻറ്റ് ലീഫിലുള്ള പൂവ് കണ്ടില്ലേ. അപ്പോൾ മിൻറ്റ് ലീഫിൽ പൂവ് ഉണ്ടാവുന്നത് ആരെയും കണ്ടിട്ടുണ്ടോ? ഇതാണ് മിൻറ്റ് ലീഫിൻ്റെ പൂവ് കേട്ടോ, കണ്ടോ, വെള്ളൊരു പൂവ് അതിൻ്റെ അറ്റത്തുണ്ടാകും. പുതിനയിലയിലെ പൂവാട്ടത്. ഇത് ഇവിടെ ഇലകളൊക്കെ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്, നല്ല ഇല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പുതിനക്കാടാണ്, പുതിനയിലയുടെ കാട് കണ്ടില്ലേ. ഇവിടെ ഞാൻ കുറച്ച് മരത്തിൻ്റെ പൊടി, ചാണകപ്പൊടിയൊക്കെയാണ് ഈ ചാക്കുകളിലുള്ളത്. അതൊക്കെ എന്തായാലും ഇപ്രാവശ്യം എടുത്ത് ഞാൻ മാറ്റും, കാരണം മഴ പെയ്തല്ലോ. ഇനിയിപ്പോൾ തണുപ്പാകുമ്പോൾ ഇഴജന്തുക്കളൊക്കെ വന്നിട്ട് ഇതിൻ്റെ ചോട്ടിലൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റണം. ഇനിയാണ് ഇപ്പോൾ പണിയുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇനി നമ്മൾ നല്ല സൂക്ഷിക്കണം, പാമ്പ് വരും എന്നൊക്കെ നോക്കണം. മറ്റേ ഭയങ്കര ചൂടത്തൊന്നും പാമ്പൊന്നും അങ്ങോട്ട് വരില്ല. അപ്പം ഇനി അതൊക്കെ എടുത്ത് മാറ്റണം, കുറച്ച് പണികളുണ്ട്. പിന്നെ ദേ എൻ്റെ ഒരു വലിയ പന്തലിൻ്റെ ഒരു പന്തലാണിത് കണ്ടില്ലേ, നല്ല ഭംഗിയില്ല ഇവിടെ കാണാൻ. അപ്പോൾ ഇവിടെ നട്ടുകൊടുത്തിട്ടുള്ളത്, ഈ നടുവിലുള്ളത് ചുരക്കയാണ് കേട്ടോ. ചുരക്കേൻ്റെ വള്ളിയാണ് ഈ കയറി പോകുന്നത് കണ്ടോ. പന്തലിലേക്ക് എത്താനായിട്ടുണ്ട്. പിന്നെ നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിലാകെ വളം കൊടുത്തിട്ടുള്ള ചാണകപ്പൊടിയാണ് കൊടുത്തിട്ടുള്ളത്, പിന്നെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു പ്രാവശ്യം ഇതേപോലെ ഞാൻ മീൻ നന്നാക്കിയതിൻ്റെ മീൻ തലയൊക്കെ ഇതിൻ്റെ അടിയിൽ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായിരിക്കും നന്നായിട്ട് പോണേ. പിന്നെ അതിൻ്റെ ചുറ്റിനും കുറച്ച് ബീട്രൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടില്ലേ. ബീട്രൂട്ടിൻ്റെ തൈ ആയി വരുന്നുള്ളൂ. ഇതിന് ചുറ്റോടുണ്ട്. അതാ ഇതൊക്കെ ബീട്രൂട്ടിൻ്റെ തൈയാണ്. പിന്നെ ഇത് ചൈനീസ് ക്യാബേജ് ആണെന്നും പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ട് നട്ടതാണ് ഞാൻ ഈ ഇല. പക്ഷേ കണ്ടിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ചീര ഇലേൻ്റെ പോലെ തോന്നുന്നുണ്ട്. ചൈനീസ് ക്യാബേജും നല്ല തോന്നുന്നു. എന്തായാലും അവിടെ നിൽക്കട്ടെ. ചൈനീസ് ക്യാബേജ് ആണെങ്കിൽ ഞാൻ പറിക്കും. അതല്ല, ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഇലയാണ് ചൈനീസ് ലീഫ് എന്ന് പറയുന്നത്. ഇവർ തോരനും കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇലയുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ഇതിവിടെ നിന്നോട്ടെ, വലുതായി കഴിഞ്ഞിട്ട് നെൽസനോ നമ്മുടെ കുക്കൊക്കെ പറിച്ചെടുത്തോളും. പിന്നെ അതിൻ്റെ ഇടയിൽ നല്ലൊരു പച്ചച്ചീര ഉണ്ട്. പിന്നെ ഇപ്പം എന്താണ്, ഇത് വേറെ ഒരു തരം ചീരയാണ്. ഒരു ഇംഗ്ലീഷുകാരൊക്കെ ചീരയാണിട്ടത്. തണ്ട് നല്ല വെള്ള കളറിൽ നല്ല വലിയ ഇല. ഇതിൻ്റെ ഇല എപ്പോഴും ഇങ്ങനെ ചുരുണ്ട ഇലയാണ് കേട്ടോ. ഇതിൻ്റെ ബേക്ക് കേടൊന്നുമില്ല, മണ്ണായിട്ടുണ്ട്. ഇങ്ങനെ ചുരുണ്ടുള്ളൊരു ഇലയാണിത്. അതിൻ്റെ തൈകളാണ്. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ വലുതായി വരുന്നുണ്ട്. നമ്മുടെ കൃഷിയിടത്തേക്ക് വന്നെങ്കിൽ കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ടാവും കേട്ടോ. വീഡിയോ ലെങ്ത്ത് കൂടിപ്പോകുമെന്നൊന്നും അറിയില്ല. പിന്നെ ഒരു തക്കാളി തൈ, ഇതിൻ്റെ അടിഭാഗമൊക്കെ ഞാൻ മുറിച്ച് കളഞ്ഞു ഇലയൊക്കെ. ഇനി ഈ ഒരു ഇല മുറിക്കണം, കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് വെച്ചു. ഇതിൽ കണ്ടോ തക്കാളി ഉണ്ടാവാനുള്ള പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് പരിപാലിക്കാം. ഇനിയിപ്പോൾ മഴ പെയ്യണേം കൊണ്ട് ഒന്നില്ലെങ്കിൽ തക്കാളി ചെടി ചീഞ്ഞു പോകും, അല്ലെങ്കിൽ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന പ്രാണികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും വരത്തില്ല. ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ പ്രാണിയൊന്നും ഉണ്ടാവില്ല, അതൊക്കെ പോകും. ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. തക്കാളി ചെടി എന്തായാലും ചെയ്യാതിരിക്കട്ടെ. പിന്നെ കോവക്കേൻ്റെ വള്ളിയൊക്കെ ഇതേപോലെ ഇവിടെ ഒരു വെർട്ടിക്കൽ പന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കോവക്കേൻ്റെ വള്ളിക്ക് പടരാൻ വേണ്ടിയിട്ട്. കോവക്ക വള്ളിയൊക്കെ അപ്പോൾ ഇതിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. കോവക്ക ഉണ്ടോ, നല്ല നീട്ടമുള്ള കോവക്കയായിട്ട് നമുക്ക് ഉണ്ടോ, ഇവിടെ ഉണ്ട് കോവക്ക ഉണ്ടോ, നീട്ടമുള്ള കോവക്ക കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പുറത്തൊരു വള്ളിയിലുണ്ടായ കോവക്ക ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഫെൻസിങ്ങിൽ കയറിയിട്ടുള്ള നമ്മുടെ കോവക്കേൻ്റെ വള്ളിയിൽ എന്തോരം കോവക്ക ഉണ്ടെന്ന്. ഇപ്പോൾ ഒരു തോരത്തിനുള്ള കോവക്ക ഉണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് കോവക്ക പറിക്കും വേണം. ഈ കോവക്ക കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് തോരൻ വെക്കാൻ പറിക്കാമെന്ന്. നല്ലോണം ഉണ്ടായിട്ടുണ്ട്, നല്ല വലിയ കായ.
ഈ ഒരു കുഞ്ഞ് തൈലുണ്ടായിട്ടുള്ള നമ്മുടെ മുരിങ്ങക്കായാണിത്. മുരിങ്ങക്കായ വലുതാവുന്നേ ഉള്ളൂ കേട്ടോ. ചെറിയ കുഞ്ഞു തൈയാണ്, അതിൽ കുറേ മുരിങ്ങക്കായ ഉണ്ടാകുന്നുണ്ട്. കണ്ടില്ലേ എത്ര വലുപ്പമുള്ള തൈയിലാണ് മുരിങ്ങക്കായ. അങ്ങനെ ഇതൊരു കുക്കുംബറിൻ്റെ തൈയാണ്. കുക്കുംബറാണോ കുമ്പളാണോ, എല്ലാത്തിൻ്റെ ഇല ഒരേപോലെ ഇരിക്കുന്നുണ്ട്, എനിക്കറിയില്ലത് ഏതാണ്. ഇത് നമ്മുടെ ഒരു അമേരിക്കൻ വെറൈറ്റി തക്കാളിയാണ്. വലുതാകുമ്പോൾ കാണാം കേട്ടോ എങ്ങനെ ഇരിക്കുന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ തന്നെയാണ് അമേരിക്കൻ തക്കാളിയാണ്. അമേരിക്കൻ തക്കാളി എന്ന് ഞാൻ പറയുന്നേ ഉള്ളൂ, ഞാൻ ആ സൂപ്പർ മാർക്കറ്റിൽ കണ്ടൊരു വെറൈറ്റി തക്കാളിയാണത്. പിന്നെ ഇവിടെ പാവക്ക ഉണ്ടായിട്ടുണ്ട്. പാവക്ക ഞാനും അരിഞ്ഞിട്ടും കഴിക്കൂല കേട്ടോ. പക്ഷെ ഞാൻ അത് ഉണ്ടാക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറക്കാനാണ്. ഉണക്കിയിട്ട് വറുത്തിട്ട് അരിഞ്ഞിട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഞാൻ വറുത്താലും അല്ലാതെ ഒന്നും ഞാൻ കഴിക്കില്ല കേട്ടോ. വറുത്താലും അരിഞ്ഞേട്ടം കഴിക്കും, ഈ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ മഴയൊക്കെയാണ്, ഉണക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. ഇതെന്തായാലും ഇങ്ങനെ വെൻസിയും കൂടെ കയറട്ടെ. പിന്നെ ഇവിടെയൊക്കെ മണ്ണ് കളച്ച് റെഡി ആക്കിയിട്ടിട്ടുണ്ട്, കണ്ടില്ലേ, എല്ലാം നീറ്റാക്കിയിട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ചീരത്തൈകളൊക്കെ മാറ്റി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ കോവക്ക ഇപ്രാവശ്യം കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 2 തോരത്തിനുള്ളതുണ്ട് കേട്ടോ. നല്ല കോവക്ക വലുപ്പമുണ്ട്, നല്ല വലുപ്പമുള്ള കോവക്ക. ഇവിടെയൊക്കെ കുഞ്ഞത് ഉണ്ടാവുന്നേ ഉള്ളൂ. കുറേയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തു വിടായിരുന്നേ. ഉണ്ടാവട്ടെ എന്തായാലും. സുന്ദരിച്ചീര നല്ല ഇല. പിന്നെ നമ്മൾ നട്ടിട്ടുള്ള സ്വീറ്റ് കോണൊക്കെ നിലത്തുനിന്ന് നന്നായി പൊന്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 4 ഇല പരുവൊക്കെ ആവുന്നുള്ളൂ. ഒരു 6 ഇല പരുവാകുമ്പോൾ ഇതിനിടയിൽ ഞാൻ കുറച്ച് NPK ഇട്ട് കൊടുക്കും കേട്ടോ, ഇത് വളരാൻ വേണ്ടിയിട്ട്. ഈ NPK ഇടുന്നതും യൂറിയ ഇടുന്നതും ഇവിടുത്തെ കർഷകരോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയൊരു കാര്യമാണ് കേട്ടോ. ഇതിപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ എനിക്കറിയണ്ടായിരുന്നില്ല. അവർ പറഞ്ഞത് ഒരു 6 ഇല പരുവാകുമ്പോൾ മെയ്സിന് ഒരു ഇച്ചിരി NPK ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ചും കൂടി വലുതായി നമ്മുടെ ഒരു മുട്ടുംകാലിൻ്റെ കത്തരെത്തുമ്പോൾ കുറച്ച് യൂറിയ ഇട്ട് കൊടുക്കണം. അത്ര മാത്രമേ ഇവർ ചെയ്യാറുള്ളൂ ഇവരെ കൃഷിയിടത്തിൽ. അപ്പം ഞാൻ അതുപോലെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നല്ല ഹൈറ്റിലാണ് നമ്മുടെ ബെഡ് ആക്കിയിട്ടുള്ളത്, കാരണം മഴക്കാലമാണ്, വെള്ളം കെട്ടി നിൽക്കാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ പച്ചക്കറീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ നല്ല ഹൈറ്റിലുള്ള ബെഡാക്കിയിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മുടെ പച്ചക്കറിത്തോട്ടം ഈ ഒരു മഴ പെയ്യുമ്പോഴത്തേക്കിന് ഈ ഒരു മാവും കുറച്ചും കൂടെ ഹൈറ്റ് വെക്കുമായിരിക്കും കേട്ടോ. ഓരോ പ്രതീക്ഷകളാണ്, ഹൈറ്റ് വെക്കട്ടെ എന്തായാലും. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പച്ചക്കറിത്തോട്ടം, കണ്ടില്ലേ. ഇങ്ങനെ കൃഷി ചെയ്യാനുള്ള സ്ഥലം കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്യാനുള്ളൊരു സ്ഥലം കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ് കേട്ടോ. വേറൊന്നല്ല, 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ എക്സ്പെൻസ് കുറച്ച് കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്തത്, ഫ്രഷ് പച്ചക്കറികൾ നമുക്ക് പറിക്കാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സാഡായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷം മാത്രമല്ലല്ലോ ഉണ്ടാവുക, സങ്കടങ്ങൾ ഉണ്ടാകും, ടെൻഷൻസ് ഉണ്ടാകും, സ്ട്രെസ്സ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ വെറുതെ ഒന്ന് നടന്നാൽ തന്നെ നമ്മുടെ മനസ്സ് കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആകും. അതേപോലെ തന്നെ ഈ ടെൻഷൻസൊക്കെ ഒന്ന് മാറിക്കിട്ടും. എനിക്കങ്ങനെ കുറേ ഉപകാരം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു പച്ചക്കറി തോട്ടം കൊണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. വീടിൻ്റെ ഉള്ളിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു തോട്ടത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ്. പിന്നെ കുറേ കമൻസിൽ ഞാൻ കണ്ടു, എൻ്റെ വീഡിയോസ് കാണുമ്പോൾ കുറച്ചെങ്കിലും പേർക്ക് ഒരു വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട് എന്നുള്ളത്. അത് കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം. നമ്മുടെ ജീവിതത്തിൽ വേറെ ഒന്നും അതിൽ കൂടുതൽ കേൾക്കാനോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇപ്പം എന്താ, ഇന്നത്തെ വീഡിയോ ഇപ്പം ഇനി ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ മഴയൊക്കെ ഒന്ന് പെയ്ത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒന്ന് നമ്മുടെ കുഞ്ഞു മഴേൻ്റെ കുറച്ച് കാര്യങ്ങളും അതേപോലെ നമ്മുടെ കൃഷിത്തോട്ടത്തിൻ്റെ കുറച്ച് വിശേഷമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ആകെ ഹാർവെസ്റ്റ് ചെയ്യാനുള്ളത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. അത് അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പം
ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഞാനത് ഹാർവെസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഹാർവെസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ അടിയിൽ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടോയെന്ന്. കാരണം കാടായിട്ട് നിൽക്കുകയാണ് ആ സ്വീറ്റ് പൊട്ടറ്റോൻ്റെ ഇലയും ആ ഒരു സ്ഥലം എന്ന് അറിയുന്നത്. അപ്പോൾ ഈ സ്വീറ്റ് പൊട്ടറ്റോ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ആ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം കേട്ടോ. അപ്പോൾ ഞാൻ സ്വീറ്റ് പൊട്ടറ്റോൻ്റെ നിറഞ്ഞ് നിൽക്കുന്നത് കാണിച്ചില്ലല്ലോ. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുണ്ടല്ലേ, കാടായി നിൽക്കുന്നുണ്ടോ? ഇത് ഫുള്ള് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. അപ്പോൾ ഇതിൻ്റെ തണ്ട് പറിച്ചിട്ട് നമുക്ക് അവിടെ നടുവും വേണം. മഴയായല്ലോ, ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കണം. പിന്നെ ഈ ഒരു ഭാഗം ഒന്ന് ശരിയാക്കണം. മഴക്കാലമല്ലേ, വല്ല പാമ്പും ചേരയൊക്കെ വന്നിട്ട് കാണത്തുമില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ എപ്പോഴും ഈ പാമ്പിൻ്റെ കാര്യം പറയണത് എന്താ വെച്ചാൽ പേടിയും കൊണ്ടാണ് പറയണത്. ഞാൻ ഇവിടെ വന്നിട്ട് 2-3 തവണ പാമ്പിനെ കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇവിടെ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം അവിടെ നമ്മുടെ ഫെൻസിങ്ങിൻ്റെ അപ്പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ പാമ്പുണ്ടാകും. പ്രകൃതിയാകുമ്പോൾ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുമല്ലോ. പിന്നെ അതിനെ അങ്ങോട്ട് ഉപദ്രവിക്കാൻ ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് പണി തരുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും എൻ്റെ കൃഷിത്തോട്ടും പൂന്തോട്ടും പച്ചക്കറികളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. എനിക്കറിയാത്ത, ഞാനിപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു കൃഷിക്കാരിയൊന്നല്ല. ആവശ്യത്തിന് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 1-2 ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് അങ്ങനെ ആവുന്നു എന്നുള്ളൂ. അല്ലാതെ വലിയ അറിവൊന്നും എനിക്കിതിലില്ല. അപ്പോൾ നിങ്ങൾക്കറിയണ കൃഷിയുടെ അറിവുകളൊക്കെ എനിക്ക് പകർന്നു തരണം നമ്മുടെ കമൻറ്റിലൂടെ. അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ കൂടുതൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.